ജസീറയുടെ സമരം അനാവശ്യമെന്നും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചതാണെന്നുമായിരുന്നു മന്ത്രി അടൂർ പ്രകാശിന്റെ വിമർശനം. സമരത്തിന് പിന്നിൽ ഗൂഢശക്തികളുണ്ടെന്നും മന്ത്രി ആരോപിച്ചു. ഡൽഹിയിൽ അവർ അറിയാൻ വയ്യാത്ത ഒരാൾ ട്രെയിനിൽ കയറി ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. ശരി, അവർക്കതിനുള്ള കഴിവുണ്ടാവും. കഴിവില്ലാതെ വരാൻ പറ്റില്ലല്ലോ. ഏതായാലും വെറുതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അതേസമയം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്ന് ജസീറ കത്തിലൂടെ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സമരം തുടരും, തന്റെ സ്വത്തിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കാമെന്നും ജസീറ പറഞ്ഞു. എന്നെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ഈ മഹർ തന്ന എൻ്റെ ഭർത്താവ് തന്ന ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ മോതിരല്ലാണ്ട് യാതൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ. മന്ത്രി അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജസീറയ്ക്ക് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് ജസീറയെ ഡൽഹിയിലെത്തിച്ചതെന്ന് CPI നേതാവ് ആനി രാജ പറഞ്ഞു. അസഹിഷ്ണുത, ആ അസഹിഷ്ണുതയിൽ നിന്നുണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെന്നും നമ്മൾ വിശ്വസിക്കേണ്ടി. മണൽ മാഫിയയ്ക്കെതിരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജസീറ ജന്തർ മന്ദറിൽ സമരമിരിക്കുകയാണ്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിന്നും സമരം ഡൽഹിയിലേക്ക് മാറ്റുകയായിരുന്നു. ദേശീയ തലത്തിലും ജസീറയുടെ സമരത്തിന് പിന്തുണയേറുകയാണ്. മീഡിയ 1, ഡൽഹി.